നമസ്കാരം. ഇപ്പോൾ ഈ വീഡിയോയിൽ കൂടി ഷെയർ ചെയ്യുന്നത് നമ്മുടെ മുത്തുകൾ പൂക്കുന്നൊരു പാടമാണ്. നമ്മൾ പണ്ട് കാലത്ത് മാല കോർക്കാൻ ഉപയോഗിച്ച മുത്തുകൾ പിടിക്കുന്ന ഒരു ചെടിയാണ്. ഒരു 10-15 ചെടി ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള വയലിൻ്റെ ഒരു സൈഡ് പറമ്പിൽ വെച്ചതാണ്. ഇതുപോലെ ഇപ്പോൾ പറിച്ചെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മുത്തുകളാണ്, പല കളറിലാണ്. ഒരു ചെടി തന്നെ വെള്ള, ഒരു ഗ്രേ കളറ്, ബ്ലാക്ക് കളറ് നിറച്ച് മുത്തുകൾ കിട്ടും. ഇതിനകത്ത് വരുന്ന ആ കുറ്റി പോലെ സാധനം നമ്മൾ സൂചി കൊണ്ട് എടുത്ത് കളഞ്ഞിട്ട് നമുക്കൊരു നൂല് വെച്ച് മാല കോർത്തെടുക്കാം. ശബരിമലയ്ക്ക് പോകുമ്പോൾ പണ്ട് നമ്മൾ ഇത് മാല കോർത്ത് ഉപയോഗിക്കുമായിരുന്നു. ഇതിനകത്ത് തന്നെ ചെറിയൊരു കുത്തുപോലെ വരും. അത് നമ്മളിങ്ങനെ സൂചി വെച്ച് ഒരു ഹോള് ക്ലിയർ തൊട്ട് കൊടുത്താൽ തന്നെ അതങ്ങ് പോകും, പുറത്തോട്ട് പോകും. അപ്പോൾ ഇതാണ് മുത്ത് കായ്ക്കുന്ന ചെടി. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരെല്ലാം കാണുക. ഈ തലമുറകളിൽ ആരും തന്നെ കണ്ടു കാണത്തില്ല. ഇപ്പോൾ ഇതിനകത്തൊരു ചെറിയ കുറ്റി പോലെ ഉണ്ട്. അത് നമ്മൾ എടുത്ത് കളഞ്ഞതിന് ശേഷമാണ് മാല കോർക്കുന്നത്. ഇത് വേറെ ഏതെങ്കിലും കളർ വേണമെങ്കിൽ നമുക്ക് അടിക്കാം. ഇത് നല്ല മിക്സിങ് പരുവമായിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് നമുക്ക് മാല കോർക്കാനുള്ള പരുവത്തിൽ ഉണങ്ങിയിട്ടുണ്ട്. ഒരു ചെടിയിൽ തന്നെ 3-4 കളറുകൾ പിടിക്കും ഒരു ചെടിയിൽ തന്നെ. അപ്പോൾ ഇത് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് സൂക്ഷിക്കാൻ പറ്റിയതാണ് ഈ മുത്തുകൾ. അപ്പോൾ ഇപ്പോൾ വരുന്ന മുത്തുകളൊക്കെ റെഡിമെയ്ഡ് ഈ തടികൾ ഉണ്ടാക്കുന്നതാണ്. ഇതാണ് ഒറിജിനൽ മുത്ത് കായ്ക്കുന്ന ചെടി. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ദയവായി ഷെയർ ചെയ്യുക.